وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനാൽ, അവൻ്റെ കാരുണ്യത്താൽ നന്മകളിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളും സ്ഥലങ്ങളുമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേക്കുറിച്ച് പറഞ്ഞു: ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ സന്മാർഗമായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗം വ്യക്തമായി വിവരിക്കുന്നതും സത്യവും അസത്യവും വേർതിരിക്കുന്നതുമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച മാസം. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. അതുകൊണ്ട് നിങ്ങളിൽ ആരാണോ ആ മാസത്തിൽ സന്നിഹിതനാകുന്നത്, ഫൽയസും, ആ മാസം അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനുകളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രം. ആ മാസം വളരെ കുറച്ചേ ഉള്ളൂ, വളരെ പെട്ടെന്ന് പൊയ്പോകും, വളരെ വേഗം നീങ്ങിപ്പോകുന്ന, അതുകൊണ്ട് കാര്യമായി അധ്വാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമാണിത്. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകൾ മാത്രം. നമുക്കറിയാം, നമ്മുടെ ഈ ആയുസ്സിൽ എത്രയോ റമദാൻ കഴിഞ്ഞുപോയി. അത് വന്നതുപോലെ തിരിച്ചുപോയത് എത്ര വേഗത്തിലായിരുന്നു. അതുകൊണ്ട് അത് വരുന്നതിന് മുൻപ് ആ മാസം നന്നായി ഉപയോഗപ്പെടുത്താനും അല്ലാഹു അതിൽ നിശ്ചയിച്ചിട്ടുള്ള നന്മയുടെ കവാടങ്ങളിൽ പ്രവേശിക്കാനും ഒന്നാമതായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിന് അല്ലാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നന്മകൾ നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വീണ്ടും ഓർത്തെടുക്കുകയും ചെയ്യുക എന്നത്. എല്ലാ റമദാൻ വരുമ്പോഴും അതിൻ്റെ തൊട്ടു മുൻപായി നമ്മൾ കേൾക്കാറുള്ളതാണ് റമദാനിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പ്രത്യേകതകളുമെല്ലാം. പക്ഷേ എത്ര കേട്ടാലും ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നീ ഓർമ്മപ്പെടുത്തുക, മുഅ്മിനുകൾക്ക് ഓർമ്മപ്പെടുത്തൽ പ്രയോജനപ്പെടും. അത് ഒരു തവണ അല്ല പലതവണ കേട്ടാലും അത് ആവർത്തിക്കുക എന്നത് നമ്മുടെ മനസ്സ് ആ നന്മയിലേക്ക് പ്രേരിതമാകാൻ, അതിലേക്ക് ഉള്ള ഉണർവ് കൈവരിക്കാൻ സഹായിക്കും. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ 5 അസ്റുകളിൽ, ഇസ്ലാമിൻ്റെ 5 റുക്നുകളിൽ ഒന്നാണ്, ഇസ്ലാമിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് റമദാനിലെ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ
بني الإسلام على 5: شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان والحج. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങളിൽ മേലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, നിസ്കാരം നിലനിർത്തൽ, സകാത്ത് കൊടുത്തുവിട്ടൽ, റമദാനിലെ നോമ്പ്, ഹജ്ജ്. അപ്പോൾ നോക്കൂ, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ ഒന്നാണിത്. ഇതില്ലാതെ ഇസ്ലാം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് വലിയ പ്രത്യേകതകൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ കലാം അവൻ അവതരിപ്പിച്ചത് ഈ മാസത്തിലാണ് എന്നത്. പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, മറിച്ച് മുമ്പുള്ള അള്ളാഹുവിൻ്റെ കിതാബുകളും അവതരിപ്പിക്കപ്പെട്ടത് ഈ മാസത്തിലാണ്, റമദാനിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ ശ്വാസത്തോടെ, വഹ്തിസാബൻ അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലാ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുൻ മജ്തുനിബത്തിൽ കബായിർ. അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങൾ, ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ തൊട്ട് അടുത്ത ജുമുഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ തൊട്ട് അടുത്ത റമദാൻ വരെ, മുകഫിറാത്തുൻ ലിമാ ബൈനഹുൻ, അതിനിടയിലുള്ള പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും. ഇത് അജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരങ്ങൾ, അതിനിടയിലുള്ള തിന്മകൾ പൊറുക്കപ്പെടാൻ, ഒരു ജുമുഅ, അതിനു മുമ്പുള്ള ഒരു ജുമുഅ, അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ഒരു റമദാനും അതിനു മുമ്പുള്ള റമദാനും അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അറഅയ്ത ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, ഞാൻ 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുകയാണ്, വസുംതു റമദാൻ, ഞാൻ റമദാനിലെ നോമ്പെടുക്കുകയാണ്, വഅഹ്ലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം, അള്ളാഹു ഹലാലാക്കിയതിനെ ഹലാലായും അള്ളാഹു ഹറാമാക്കിയതിനെ ഹറാമായും ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്താൽ, വലം അസിദ് അലാ ദാലിക ഷൈഅൻ, മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ, അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. എന്ന് പറഞ്ഞാൽ ആളുകൾ 3 തരക്കാരാണ്, ജനങ്ങൾ 3 കൂട്ടരാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് പ്രവർത്തിക്കുന്ന, അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കുന്ന ആളുകൾ, നസ്അല്ലാഹു അൽ-ആഫിയ വസ്സലാം. രണ്ടാമത്തേത്, അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യുന്ന, അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ കൂട്ടർ ഈ കാര്യങ്ങൾ ചെയ്യും, അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കും, അള്ളാഹു വാജിബാക്കിയത് പ്രവർത്തിക്കും, അതുകൂടാതെ സാധിക്കുന്നത്ര നന്മകൾ വർദ്ധിപ്പിക്കും. തിന്മയല്ല എങ്കിൽ കൂടി തിന്മയോട് സാദൃശ്യമുള്ളതും അല്ലെങ്കിൽ അനാവശ്യമായതുമായ കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കും. ഈ 3 കൂട്ടരാണ് ആളുകൾ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഈ 3 കൂട്ടരെ പറഞ്ഞത് കാണാം. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, ആളുകളിൽ അവരവരോട് തന്നെ അതിക്രമം ചെയ്യുന്നവരുണ്ട്. അതാണ് ആദ്യം പറഞ്ഞവർ, അതായത് അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുന്ന, അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യാത്ത ആളുകൾ. രണ്ടാമത്തേത് മുഖ്തസിദ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, മറിച്ച് അവർ മധ്യത്തിനാണ്. അഥവാ അള്ളാഹ് നിർബന്ധമാക്കിയത് ചെയ്യും, അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കും. മൂന്നാമത്തെ കൂട്ടരാരാണ്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ഒമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടെ നന്മകളിൽ മുന്നേറുന്നവരാണവർ. ഇതിൽ അവസാനം പറഞ്ഞ 2 കൂട്ടരും സ്വർഗാവകാശികളാണ്, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. എന്നാൽ
അള്ളാഹു ഹറാമാക്കിയത് പ്രവർത്തിക്കുന്ന, അള്ളാഹു നിർബന്ധമാക്കിയത് ഉപേക്ഷിക്കുന്നവർ അവർ അപകടത്തിലാണ്. അപ്പൊ നോക്കൂ, അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് നീ ചെയ്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിഷ്ടപ്പെടുന്നു. റബ്ബ് നിന്റെ മേൽ നിർബന്ധമാക്കിയത് ചെയ്യുന്നതാണ് നിർബന്ധമല്ലാത്ത സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിനിഷ്ടം. ഏതിനാണ് ഏറ്റവും പ്രതിഫലം? വാജിബിനാണോ അല്ല സുന്നത്തിനാണോ? വാജിബിനാണ്, യാതൊരു സംശയവുമില്ല. ഹദീസുൽ വലി എന്നറിയപ്പെടുന്ന ഹദീസ് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ ലി വലിയൻ, അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമ്മെ അറിയിച്ചു, മൻ ആദ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് തുടങ്ങുന്ന ഹദീസ്. ആരെങ്കിലും എൻ്റെ ഒരു വലിയനോട്, എൻ്റെ ഒരു ഇഷ്ടദാസനോട് ശത്രുത വെച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഹദീസ്. ഹദീസിൽ അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് കാണാം, ഒരടിമ എന്നിലേക്ക് ഞാൻ നിർബന്ധമാക്കിയത് ചെയ്തുകൊണ്ട് അടുക്കുന്നത് പോലെ വേറെ ഒന്ന് ചെയ്തിട്ടും അവന് അടുക്കാൻ സാധ്യമല്ല. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾ അള്ളാഹുലേക്ക് അടുക്കുന്നത് പോലെ മറ്റൊന്ന് ചെയ്തിട്ടും ഒരാൾക്ക് അടുക്കാൻ സാധ്യമല്ല. എന്നിട്ട് ഒരാൾ അതിനു പുറമെ നാഫിലത്തുകൾ, പുണ്യകർമ്മങ്ങൾ ചെയ്ത് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഹത്ത ഉഹിബ്ബ, ഞാൻ അവനെ സ്നേഹിക്കുവോളം എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അള്ളാഹുലേക്ക് ഏറ്റവും നിന്നെ അടുപ്പിക്കുന്ന കർമ്മം സുന്നത്തല്ല, വാജിബാണ്. സുന്നത്ത് അതിന് പുറമേ ഉള്ളതാണ്. വാജിബില് നിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ, അവൻ്റെ സ്നേഹം നേടാനാണ് സുന്നത്തായ അമലുകൾ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, മനിഷ്തഗല ബിൽ ഫർദി അനി നഫിൽ ഫഹുവ മഅദൂർ വമനിഷ്തഗല ബിൻ നഫ്ലി അനിൽ ഫർദ് ഫഹുവ മഗ്റൂർ. ആരെങ്കിലും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്നതുകൊണ്ട് അവന് ചില സുന്നത്തായ നിർബന്ധമല്ലാത്ത കർമ്മങ്ങൾ നഷ്ടപ്പെട്ടാൽ ഫഹുവ മഅദൂർ, അവന് കുറ്റമില്ല, അവന് ഒഴിവ് കഴിവുണ്ട്. കാരണം അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്യുന്നതിലായിരുന്നു അവൻ്റെ ശ്രദ്ധ, അതായിരുന്നു അവൻ്റെ സമയം എടുത്തത്. എന്നാൽ വമനിഷ്തഗല ബിൻ നഫ്ലി അനിൽ ഫർദ് ഫഹുവ മഗ്റൂർ, ആരെങ്കിലും നിർബന്ധമല്ലാത്ത പുണ്യകർമ്മങ്ങൾ ചെയ്തു, അത് ചെയ്യുന്നു എന്നതുകൊണ്ട് അവൻ അള്ളാഹു നിർബന്ധമാക്കി അവൻ നഷ്ടപ്പെട്ടു പോയാൽ ഫഹുവ മഗ്റൂർ, അവൻ വഞ്ചിതനാണ്, അവൻ യഥാർത്ഥത്തിൽ അപകടത്തിലാണ്. ഏതുപോലെ ഒരാൾ രാത്രി ഉറക്കമിളക്കുന്നു എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി, ഖുർആൻ പാരായണം ചെയ്യാനോ ഇനി അതല്ലെങ്കിൽ നിസ്കരിക്കാനോ ആണ് എങ്കിൽ കൂടി അവന് ഉറപ്പാണ് ഈ രൂപത്തിൽ ഉറക്കമിളച്ചാൽ അവൻ്റെ ഫജ്ർ പോകും, സുബസ്കാരം നഷ്ടപ്പെട്ടു പോകും. അവനൊരു നന്മയ്ക്ക് വേണ്ടിയാണ് ഉറക്കമിളച്ചത് എങ്കിൽ പോലും അത് പാടില്ല, കുറ്റമാണ് അതുകൊണ്ട് ലഭിക്കുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ്റെ മറ്റൊരു നന്മ നഷ്ടപ്പെട്ടത്, പക്ഷെ നഷ്ടപ്പെട്ടു പോയത് വാജിബായതുകൊണ്ട് അവൻ ചെയ്തത് തെറ്റാണ്. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്മയല്ലാത്ത വെറും നേരം പോക്കുകൾക്ക് ഒരാൾക്ക് സമയം ചെലവഴിച്ച അയാളുടെ വാജിബ് വീണുപോയാലോ, നഷ്ടപ്പെട്ടു പോയാലോ, അതൊരു അപകടമാണ്. ഒരാൾ ഹറാമ് ചെയ്തിട്ട് ഒരാളുടെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ചെയ്യാൻ അവന് നേരം കിട്ടാതെ പോയാൽ അവൻ്റെ കാര്യം എത്ര വലിയ അപകടമാണ്. ഒരു പുണ്യകർമ്മം ചെയ്തിട്ട് വാജിബിൻ്റെ കാര്യം നഷ്ടപ്പെട്ടു പോയാൽ പോലും അവൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എങ്കിൽ പറഞ്ഞു വന്നത്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ടത്. അത് നന്നായി നിർവഹിക്കാനാണ് അള്ളാഹുവിനോട് തൗഫീഖിനെ തേടേണ്ടത്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലൊന്നായ ഈ റമദാനിലെ ഫർദായ നോമ്പ്, അത് അള്ളാഹുവെ നല്ല നിലക്ക് നിർവഹിക്കാൻ സാധിക്കണമേ എന്നാണ് നമ്മൾ ആദ്യം ദുആ ചെയ്യേണ്ടത്. അതുപോലെ അതിനാണ് അള്ളാഹുൽ തവക്കുലാക്കേണ്ടത്, അള്ളാഹുൽ ഭരമേൽപ്പിക്കേണ്ടത്, അത് ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു നിർബന്ധമാക്കിയത് എന്നും നല്ല പോലെ ചെയ്യാൻ സാധിക്കാൻ. കാരണം അങ്ങനെ ചെയ്താൽ ഒരാൾ രക്ഷപ്പെട്ടു, അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല. അള്ളാഹു നിർബന്ധമാക്കി ചെയ്തു, അള്ളാഹ് ഹറാമാക്കിയത് ഉപേക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു നിർബന്ധമല്ലാത്ത കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്കൊരാൾ ആക്ഷേപിക്കാൻ എന്തില്ല, വഴിയില്ല. നിനക്ക് ഉപദേശിക്കാം, പറഞ്ഞു കൊടുക്കാം, പക്ഷെ അയാൾ ആക്ഷേപത്തിന് അർഹനല്ല. നിർബന്ധമല്ലാത്ത ഒരു കാര്യമാണ് ഒരാൾ ഉപേക്ഷിച്ചതെങ്കിൽ, ഹറാമല്ലാത്തൊരു കാര്യം ആണ് ഒരാൾ ചെയ്തത്, അത് ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത്, ആളുകൾക്ക് ആർക്കെങ്കിലും അത് ഇഷ്ടമല്ല എങ്കിലും അള്ളാഹുവിൽ അയാൾക്ക് കുറ്റമില്ല. ഹറാമല്ല എങ്കിൽ
ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു നിർബന്ധമാക്കി, അള്ളാഹു ഹറാമാക്കിയത്, ഇതിലാണ് ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ച സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അദ്ദേഹം നിസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് ഒക്കെ ചോദിച്ചു. നിർബന്ധമായ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയണേ, ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും ചെയ്യുകയില്ല, ഇത് കുറക്കുകയുമില്ല. നിർബന്ധമായ നോമ്പ്, നിർബന്ധമായ സക്കാത്ത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കാൻ, എനിക്ക് മറ്റു വല്ലതും നിർബന്ധമുണ്ടോ ഇതിന് പുറമെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല അൻ തതവ്വ, ഇല്ല, നീ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഐച്ഛികമായി ചെയ്യുന്ന നന്മകൾ ഒഴികെ. അവസാനം പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ്, ഈ പറഞ്ഞതിലപ്പുറം ഞാൻ ചെയ്യുകയില്ല, ഇതിലൊട്ടും കുറയ്ക്കുകയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞുപോയി. ഒരു അറാബിയായിരുന്നു, ഗ്രാമീണനായ അറബിയായിരുന്നു. അവരുടെ വാക്കുകളും മര്യാദകളും ഒക്കെ പൊതുവെ അങ്ങനെയാണ്. ഒരു തരം ജഫാ പൊതുവെ അറാബികളിലുള്ളതാണ്, ഒരു പരുക്കൻ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ്, അഫ്ലഹ ഇൻ സദഖ്. അയാൾ പറഞ്ഞതുപോലെ പാലിച്ചാൽ, ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. നിർബന്ധമായതേ ചെയ്യൂ, അല്ല അപ്പുറമൊന്നും ചെയ്യൂല, നിർബന്ധമാക്കിയതിൽ വീഴ്ച വരുത്തുകയില്ല എന്ന് പറഞ്ഞു പോയ ആളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. എന്താണ് ഈ പാഠങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രാധാന്യം അള്ളാഹു നിർബന്ധമാക്കിയതിനാണ്. അത് വിട്ടുകളയുക എന്നതാണ് ഏറ്റവും വലിയ അപകടം. അത് അള്ളാഹു ഹറാമാക്കിയത് ചെയ്യുക, അതിനാണ് ഏറ്റവും അപകടം. ഹറാമിൽ നിന്ന് നീ വിട്ടു നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയത് വാജിബുകൾ, അള്ളാഹു ഹറാമാക്കിയത്, ഇത് രണ്ടിൻ്റെയും കാര്യം അങ്ങേയറ്റം ശ്രദ്ധിക്കുക, വളരെ അധികം ശ്രദ്ധിക്കുക. അതിനാണ് ശിക്ഷയുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്നാൽ നോക്കൂ, ഇതിനർത്ഥം അതിനപ്പുറമുള്ള നന്മകൾ, പുണ്യകർമ്മങ്ങൾ, അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയല്ല. അതിനെമ്പാടും അവസരം ഈ ദീനിലുണ്ട്. ഈ ദീൻ നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നന്മ നോക്കൂ നിങ്ങൾ. അള്ളാഹു നിർബന്ധമാക്കിയത് വളരെ എളുപ്പമുള്ളതാണ്, വളരെ കുറച്ച് മാത്രമാണ്. 5 നേരത്തെ നിസ്കാരം, 5 നിസ്കാരങ്ങൾ എടുത്തു നോക്കിയാൽ അത് നിർവഹിക്കാൻ ആകെ എത്ര സമയം വേണം? വളരെ കുറച്ച് സമയം മാത്രം. ഇസ്ലാമിലെ സക്കാത്ത് നോക്കൂ നിങ്ങൾ, നിർബന്ധമായ സക്കാത്ത് എത്ര എളുപ്പമുള്ളതാണ്. അത് പണക്കാരന് യാതൊരു ഉപദ്രവവുമില്ല, പാവപ്പെട്ടവനാകട്ടെ അതുകൊണ്ട് വലിയ ഉപകാരമുണ്ട്. പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിൽ 40% അവൻ സക്കാത്തായി കൊടുക്കുന്നത്. അതും എല്ലാവരും കൊടുക്കേണ്ടതില്ല. ഒരു നിസാബ്, സമ്പത്തിലൊരു പരിധിയുണ്ട്, അത് എത്തിക്കഴിഞ്ഞ ആളുകളെ കൊടുക്കേണ്ടത്. 40% 2.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40% ഒരാളുടെ സ്വത്ത് 40 ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിലൊന്ന്. എത്ര എളുപ്പമാണ് ഒരാൾക്ക് കൊടുക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. വാങ്ങുന്ന ആൾക്കാകട്ടെ അത് വലിയ പ്രയോജനം ചെയ്യും. വർഷത്തിലാണ് അത് കൊടുക്കേണ്ടത്, കാർഷിക വിളകൾ ഒഴികെ. കാർഷിക വിളകൾ അത് വിളവെടുക്കുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് വർഷത്തിൽ. എൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ കൊടുക്കേണ്ട, പകുതി വേണ്ട, കാൽഭാഗം വേണ്ട, 2.5% മാത്രം. നോമ്പ് നോക്കൂ, വർഷത്തിൽ 1 മാസം മാത്രം. അത് തന്നെ ആ ദിവസം മുഴുവൻ നോമ്പുണ്ടോ? ഇല്ല. ദിവസത്തിൻ്റെ 3/4 ഭാഗമുണ്ടോ? ഇല്ല. പകൽ സമയം മാത്രം, പകൽ സമയം മാത്രം. ഹജ്ജ് നോക്കൂ, ജീവിതത്തിൽ 1 തവണ മാത്രമാണ് ഒരാൾക്ക് നിർബന്ധമുള്ളത്. അതന്നെ അയാൾക്ക് അതിനുള്ള സമ്പത്തുണ്ട് എങ്കിൽ, അതിനുള്ള ആരോഗ്യമുണ്ട് എങ്കിൽ, വഴിയിൽ തടസ്സമില്ല എങ്കിൽ, ജീവിതത്തിൽ 1 തവണ മാത്രം. ഈ നിർബന്ധ കാര്യങ്ങളിൽ തന്നെ ഒരാൾക്ക് രോഗമോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഒരുപാട് ഇളവുകൾ വേറെയും, ഒരുപാട് ഇളവുകൾ അള്ളാഹു നിർബന്ധമാക്കിയത് വളരെ വളരെ കുറച്ചാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, അതിലപ്പുറം നന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ മുന്നിൽ വാതിലുകൾ അടഞ്ഞു പോയിട്ടില്ല. നന്മയോട് ഒരുപാട് താല്പര്യമുള്ള ആളുകൾക്ക് മുന്നിൽ അതാ എണ്ണമില്ലാത്ത നന്മകൾ ചെയ്യാനുള്ള അവസരവുമുണ്ട്. ആ നന്മകൾ ചെയ്താൽ നിന്റെ ഫർദിലെ പോരായ്മകൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടും. നിർബന്ധമായ കാര്യങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകും, നമുക്ക് അശ്രദ്ധ ഉണ്ടാകും, അങ്ങനെ പലതും സംഭവിച്ചേക്കാം. അതിലെ പോരായ്മകൾ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും. അത് ചെയ്യേണ്ടതുണ്ട്, ആ നന്മകൾ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. നിർബന്ധം മാത്രം ചെയ്യുമെന്ന് പറഞ്ഞു പോയ ആളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ്. അയാൾ പറഞ്ഞത് പാലിച്ചാൽ അയാൾ വിജയിച്ചു. ഇബ്നു ഹജർ പറഞ്ഞു, അയാളെക്കാൾ കൂടുതൽ അത് ചെയ്താൽ
അഫ്ലഹ അക്തർ, അയാൾ കൂടുതൽ വിജയിക്കും, അയാളുടെ വിജയം അതിനേക്കാൾ വലുതായിരിക്കും. പക്ഷെ വിജയിക്കാൻ എന്താണ് വിജയം? സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്, നരകത്തിൽ രക്ഷപ്പെടുക എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് വിജയം, അത് അയാൾക്കുണ്ട്. പക്ഷേ അതിനപ്പുറം ചെയ്താൽ അതിനപ്പുറം വിജയം അയാൾക്ക് ലഭിക്കും. ആര് ചെയ്തോ അത് ലഭിക്കും. പറഞ്ഞു വന്നത്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഏറ്റവും അധികം ഉണ്ടായിരിക്കട്ടെ. അതിലെ പോരായ്മകൾ ചെയ്യാൻ സാധിക്കുന്നത്ര നന്മകൾ പ്രവർത്തിക്കുക. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ എനിക്ക് നന്മ കൂടുതൽ ചെയ്യാൻ തോന്നുന്ന സമയമുണ്ടാകും, അതേസമയം മനസ്സ് മടുക്കുന്ന ചില സമയങ്ങളും ഉണ്ടാകും. സഹാബത്തിൽ ചിലർ പറഞ്ഞത് കാണാം, നീ മടുപ്പ് തോന്നുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം നന്മയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓഹരി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉന്മേഷമുള്ള സമയത്ത് ധാരാളം ചെയ്യുക, എന്നിട്ട് മടുപ്പുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ, അവിടുന്ന് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കാൻ അതിൽ ധാരാളം ഇളവുകൾ നൽകിയത് കാണാം. അവിടുത്തെ സുന്നത്തിൽ നമുക്കത് കാണാം. ഉദാഹരണത്തിന് ഫർദായ നിസ്കാരം അത് നിന്നുകൊണ്ട് നിർവഹിക്കുക എന്നത് നിസ്കാരത്തിൻ്റെ റുക്നാണ്. നിസ്കാരം ശരിയാവുകയില്ല ഒരാൾ ഇരുന്നിട്ട് നിസ്കരിച്ചാൽ, ഫർദാണ് എങ്കിൽ. നിൽക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം ശരിയാവുകയില്ല, നിസ്കാരം ബാത്തിലാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾക്ക്, കഴിയാത്ത ആൾക്ക് ഇരിക്കാൻ ഇളവുണ്ട്. പക്ഷെ സുന്നത്തായ നിസ്കാരമാണെങ്കിലോ നിന്നുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരാൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇരുന്നിട്ട് നിസ്കരിക്കാം. അതിന് പകുതി പ്രതിഫലമാണുള്ളത്. നിന്ന് നിസ്കരിക്കുന്ന ആളുടെ പകുതി പ്രതിഫലം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട് സുന്നത്തുകൾ നിർവഹിച്ചിരുന്നു. എന്തിന്? ഒരു നിസ്കാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രി നിസ്കാരങ്ങൾ, അതിൽ അല്പം നിന്നിട്ടും ബാക്കി ഇരുന്നിട്ടും നിസ്കരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യും, നിസ്കരിക്കുകയാണ്. സുന്നത്തായ നിസ്കാരം, രാത്രി നിസ്കാരം. എന്നിട്ട് റുക്കൂഇന് അടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കും, എന്നിട്ട് റുക്കൂ ചെയ്യും. അപ്പോൾ സുന്നത്ത് നിനക്ക് ഫർദ് നിസ്കരിച്ച് ഒരു മടി പിടികൂടുകയാണ്, എന്ത് ചെയ്യുക? ഇരുന്നിട്ടെങ്കിലും ആ സുന്നത്ത് നിർവഹിക്കുക. നോക്കൂ, സുന്നത്തായ നിസ്കാരങ്ങൾ അതിന് യാത്രയിൽ ഖിബലക്ക് നേരെ തിരിയണമെന്ന് ഇല്ല. വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്ന വാഹനമാണെങ്കിൽ പോലും, നിർബന്ധ നിസ്കാരമാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഖിബലക്ക് നേരെ തിരിയാൻ സാധിക്കുന്ന നിസ്കാരമാണോ, യാത്രയിലാണെങ്കിൽ ഖിബലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുക. അതിന് സാധിക്കുമെങ്കിൽ, വാഹനം നിർത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, സഞ്ചരിക്കുന്ന വാഹനത്തിൽ തന്നെ ഖിബലക്ക് നേരെ തിരിയാൻ പറ്റുമെങ്കിൽ ഖിബലക്ക് നേരെ തിരിയണം, ഫർദാണെങ്കിൽ. സുന്നത്താണെങ്കിലോ ആ വാഹനം നിർത്തി നീ ഖിബലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കണമെന്നില്ല, വാഹനത്തിൽ അങ്ങനെ തന്നെ യാത്ര തുടർന്ന് സുന്നത്തായ നിസ്കാരം നിർവഹിക്കാം. ഫർദായ നോമ്പിന് നാളെ നോമ്പ് എടുക്കണം എന്ന് നേരത്തെ നിനക്ക് നിയത്തുണ്ടായിരിക്കണം, നേരം പുലരുന്നതിന് മുൻപ് നിയത്തുണ്ടാകണം. എങ്കിൽ അങ്ങനെയാണ് ഫർദ് എടുക്കാൻ പാടുള്ളൂ, ഫർദായ നോമ്പ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ അത് വിശദമായി നമുക്ക് വരുന്ന ദർസുകളിൽ നിയത്തിനെ കുറിച്ച് പഠിക്കാം. പക്ഷേ ഈ വിഷയം നോക്കൂ നിങ്ങൾ. എന്നാൽ സുന്നത്തായ നോമ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ആയതിനു ശേഷം വീട്ടുകാരോട് ചോദിക്കും, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഒന്നിലധികം സന്ദർഭങ്ങളിൽ പറഞ്ഞത് കാണാം, ഭക്ഷണമൊന്നുമില്ല വീട്ടിൽ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഇദൻ സായിം, എങ്കിലായിരുന്നു നോമ്പെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷെ നബി നേരത്തെ നോമ്പെടുക്കാൻ നിയത്താക്കിയിട്ടില്ല, രാത്രി നിയത്താക്കിയിട്ടില്ല, പകലിലും നിയത്താക്കിയിട്ടില്ല. ഭക്ഷണം ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നോമ്പെടുക്കുകയാണ് എന്ന് പറയുകയാണ്. സുന്നത്ത് നോമ്പ് അങ്ങനെ എടുക്കാം. സുന്നത്തായ അമലുകൾ നിർവഹിക്കാൻ ദീനിൽ എളുപ്പം കൂടുതൽ കിട്ടിയത് നോക്കൂ. അതാണ് സലഫുകൾ പറഞ്ഞത്, നിനക്ക് മടി പിടിച്ചോ അതിൽ കുറച്ചെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഉന്മേഷമുള്ള സമയത്ത് ആ ഉന്മേഷം അത് മുതലെടുത്ത് ധാരാളമായി പ്രവർത്തിക്കുക. അത് തന്നെ സൽക്കർമ്മങ്ങൾ നോക്കൂ. എല്ലാവർക്കും ഒരേ സൽക്കർമ്മത്തോടായിരിക്കണമെന്നില്ല താല്പര്യം. ചില ആളുകൾക്ക് ചില സൽക്കർമ്മങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. ചില ആളുകൾക്ക് ധാരാളമായി സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാനായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് സദഖ ധാരാളമായി നൽകാനായിരിക്കും. ചില ആളുകൾക്ക് സുന്നത്തായ നോമ്പ് ധാരാളമായി എടുക്കാൻ താല്പര്യമുണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവനവനെക്കുറിച്ച് നന്നായി അറിയാം. അൽ മർഉ അദ്റാ ബിനഫ്സിഹി, ഒരാൾക്ക് അവനെക്കുറിച്ച് നന്നായി അറിയാം. എങ്കിൽ നീ നിന്റെ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, നിനക്ക് ഏറ്റവും താല്പര്യമുള്ള നന്മ. അതുപോലെ തന്നെയാണ് തിന്മകളുടെ കാര്യം.
നിനക്കറിയാം, നിന്നെക്കുറിച്ച് നന്നായി അറിയും, ഏത് വിഷയത്തിലാണ് നീ കാൽ വഴുതി പോകാറുള്ളത് അവിടെ നന്നായി സൂക്ഷിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എവിടെയാണ് നിന്നെ പിടിക്കാൻ കിട്ടുന്നത് എന്നത് ശൈത്താൻ നന്നായി നോക്കിക്കൊണ്ടിരിക്കും. ചില ആളുകൾ സാമ്പത്തികമായി വളരെ സൂക്ഷ്മതയുള്ള ആളുകളായിരിക്കും. പക്ഷെ മറ്റെന്തെങ്കിലും വിഷയം, ലൈംഗിക വിഷയമോ മറ്റോ വന്നാൽ അവരുടെ കാര്യം ബുദ്ധിമുട്ടിലായി പോകും. ചില ആളുകൾ അതിൽ വളരെ ശ്രദ്ധയുള്ള ആളുകളായിരിക്കും. പക്ഷെ സാമ്പത്തിക വിഷയത്തിൽ വളരെ പോക്കായിരിക്കും. എവിടെയാണ് നിന്റെ പ്രശ്നമെന്ന് നിനക്കറിയാം. അത് നിരീക്ഷിച്ചുകൊണ്ട് നിന്നെ വഴിപഠിപ്പിക്കാൻ പിശാചുണ്ട്. അത് ഓരോരുത്തരും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിനുള്ള, അള്ളാഹു തിന്മകൾ പൊറുത്തു നൽകാനുള്ള വഴിയായി ഈ അമലിനെ പ്രത്യേകമായി പറഞ്ഞിരിക്കും. 5 നിസ്കാരങ്ങൾ പോലെ, 2 ജുമാക്കിടയിലുള്ളതുപോലെ, അതുപോലെ റമദാനിലെ ഒരു റമദാൻ കൊണ്ട് അതിനു മുമ്പുള്ള റമദാൻ, അത് രണ്ടിനും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. നന്മകൾ കൊണ്ട് പൊറുക്കപ്പെടുന്ന പാപങ്ങൾ ഏതാണ്? പണ്ഡിതന്മാർ ഈ നമ്മളിപ്പോൾ വായിച്ച ഹദീസിലുള്ളതുപോലെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് കാണാം. ചെറിയ പാപങ്ങളാണ്. കാരണം ഈ ഹദീസിൽ വന്നു മജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ അള്ളാഹു ഒരു ജുമാക്ക്, 2 ജുമാക്കിടയിൽ, 2 നിസ്കാരങ്ങൾക്കിടയിൽ, 2 റമദാനൊക്കിടയിലുള്ള തിന്മകൾ പൊറുത്തു നൽകുമെന്ന്. എന്തുപേക്ഷിച്ചാൽ? വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ. അപ്പോൾ പൊറുക്കപ്പെടുക ഏതാണ്? ചെറിയ തിന്മകളാണ്. അതാണ് അടിസ്ഥാനപരമായ നിയമം, അങ്ങനെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് ചെയ്യുമ്പോഴുള്ള ഒരാളുടെ നീയത്ത് കൊണ്ട് ചിലപ്പോൾ വലിയ പാപങ്ങൾ വരെ പുറത്തു കൊടുത്തേക്കാം. ചില സന്ദർഭങ്ങളിൽ പൊതുവെ നന്മകൾ കൊണ്ട് പൊറുക്കപ്പെടുക ചെറിയ പാപങ്ങളാണ്. വലിയ തിന്മകളാണോ വൻ പാപങ്ങളാണോ അത് പൊറുക്കപ്പെടാൻ പ്രത്യേകം അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹുവിനോട് അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. എങ്കിലേ വൻ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. പൊതുവെയുള്ള നിയമം ഇതാണ്. എന്താണ് ഈ ചെറിയ പാപം? എന്താണ് ഈ വൻ പാപം? ചെറിയ പാപവും വൻ പാപവും തമ്മിലുള്ള വേർതിരിവ് പണ്ഡിതന്മാർ ധാരാളമായി ചർച്ച ചെയ്തത് കാണാം. അല്ലാഹു അലം. അതിൽ കൂടുതൽ ശരി എന്താണെന്നാൽ, ഒന്നുകിൽ നരകശിക്ഷ ഉണ്ട് എന്ന് പറയപ്പെട്ട പാപങ്ങൾ, അതല്ലെങ്കിൽ അള്ളാഹു അത് ചെയ്യുന്നവനെ ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അതുപോലെ ഇന്നത് ചെയ്യുന്ന ഒരാൾക്ക് ഈമാനില്ല എന്ന് പറയപ്പെട്ടിട്ടുള്ള പാപങ്ങൾ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞൊരു പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ദുനിയാവിൽ ഒരു ശിക്ഷ പറയപ്പെട്ട, ഹദ് പറയപ്പെട്ട തിന്മകൾ ഇന്ന് ചെയ്താൽ ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ന് ശിക്ഷയുണ്ട്. ഇതുപോലുള്ള പാപങ്ങളെല്ലാം വൻ പാപങ്ങളാണ്. അല്ലെങ്കിൽ നരകമുണ്ട്, അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ അയാൾക്കുണ്ട് എന്നൊക്കെ ഖുർആനിലോ ഹദീസിലോ വന്ന തിന്മകൾ, അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ റസൂലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തിന്മകൾ, അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് വന്നിട്ടുള്ള തിന്മകൾ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ആൾക്ക് ഈമാനില്ല എന്ന് വന്നിട്ടുള്ള തിന്മകൾ, അതല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ട് എങ്കിൽ ശിക്ഷ പറയപ്പെട്ടിട്ടുള്ള, ഇന്ന് ചെയ്ത ആൾക്ക് ഇന്നതാണ് ശിക്ഷ, മോഷണത്തിന് കൈമുറിക്കലാണ്, കള്ളുകുടിച്ചാൽ 40 അടി ശിക്ഷയുണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ, അതുപോലെ അതിന് വേറെയും പരലോകത്ത് ശിക്ഷ പറയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം എന്താണ്? വൻ പാപങ്ങളാണ്. വൻ പാപങ്ങൾ എന്നാൽ 7 എണ്ണം മാത്രമല്ല. 7 മിനൽ മൂബിഖാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അതിനർത്ഥം ആ പാപങ്ങൾ വളരെ ഗുരുതരമായ 7 പാപങ്ങളാണ് എന്ന് മാത്രമാണ്. അതല്ലാതെ അത് മാത്രമേ വൻ പാപങ്ങളുള്ളൂ എന്നല്ല. അതുകൊണ്ടാണ് സലഫുകളിൽ പലരും അതേക്കുറിച്ച് പറഞ്ഞത് വഹുവ ഇലാ 700 അഖറബ്, അത് 700നോടാണ് അതിന് സാദൃശ്യം, 7നോടല്ല എന്നൊക്കെ ചില സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. എന്നാൽ നോക്കൂ, മുൻഗാമികൾ പറയാറുണ്ട്, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്തിംറാർ. ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, നീ പാപമോചനം തേടുകയാണ്, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ് എങ്കിൽ ഒരു വൻ പാപവും വൻ പാപമല്ല. വലാ സഗീറത മഅൽ ഇസ്തിംറാർ, ഒരു ചെറിയ പാപവും നീ അത് തുടരെ ചെയ്യുകയാണെങ്കിൽ, അത് ആവർത്തിക്കുകയാണെങ്കിൽ അത് ചെറിയ പാപം എന്ന നിൽക്കുകയില്ല, അത് വലുതാകും. പാപങ്ങളെ നീ ഒരിക്കലും നിസാരമായി കാണരുത്. നിന്റെ മനസ്സിൽ അത് എത്ര നിസാരമാണോ അതിനനുസരിച്ചാണ് അള്ളാഹുവിൽ അത് വലുതാവുക. നിന്റെ മനസ്സിൽ നീ തിന്മകൾ എത്ര വലുതായി കാണുന്നോ നിന്റെ തെറ്റിനെ, അതിനനുസരിച്ചാണ് അള്ളാഹുവിൽ അത് ചെറുതാവുക. വളരെ ശ്രദ്ധിക്കണം.
ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ ചെയ്യുന്ന തെറ്റിൻ്റെ വലിപ്പക്കുറവ് അതേക്കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്. ആരോടാണ് നീ ചെയ്യുന്നത് അതാണ് ചിന്തിക്കുക. അവൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്. ആളുകളിൽ, മനുഷ്യരിൽ തന്നെ, പടപ്പുകളിൽ തന്നെ ഒരാളോട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അതേ കാര്യം വേറെ ഒരാളോട് ചെയ്താൽ. കാരണം അത് ആൾക്കനുസരിച്ച് മാറും. എങ്കിൽ നിനക്ക് ഏറ്റവും ബാധ്യതയുള്ളത് നിന്റെ റബ്ബിനോട് ധിക്കാരം പ്രവർത്തിക്കുക എന്നത് അതിലെല്ലാം കരീമായ അവന് മുന്നിൽ വലുതാണ് യഥാർത്ഥത്തിൽ നീ ചിന്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അതിനെ ഒന്നിനെ പോലും നീ നിസാരമായി കാണരുത്. നോക്കൂ, അള്ളാഹു തിന്മകൾ പുറത്തു തരാൻ റമദാൻ അത് കാരണമാണ്. മാത്രമല്ല അള്ളാഹുവിൽ വലിയ സ്ഥാനം അത് മുഖേന ലഭിക്കും. നിന്റെ ജീവിതത്തിൽ റമദാൻ എത്ര നിനക്ക് ലഭിച്ചോ അതിനനുസരിച്ച് അള്ളാഹുവിൽ വലിയ സ്ഥാനമുണ്ടാകും എന്നാണ്. നിങ്ങൾ നോക്കൂ, തൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റജുലൈനി മിൻ ബലിയിൻ, ബലി എന്നു പേരുള്ള ഒരു ഗോത്രത്തിൽ നിന്ന് രണ്ടുപേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നു. ഖദിമ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ഇസ്ലാമുഹുമാ ജമിഅൻ. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്. രണ്ടാളുകൾ ഒരു ഗോത്രത്തിൽ നിന്ന് നബിയുടെ അരികിലേക്ക് വന്നു. രണ്ടാളുകൾ ഒരുമിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഫകാന അഹദുഹുമാ അശദ്ദ ഇജ്തിഹാദൻ മിനൽ ആഖർ. അതിലൊരാൾ നന്മകൾ വളരെ നന്നായി ഒരുപാട് ചെയ്യുന്ന, നന്നായി അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. ഫഗസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുശഹിദ്. ഈ ആൾ, ഈ നല്ല നന്മകളിൽ നന്നായി പരിശ്രമിക്കുന്നയാൾ യുദ്ധത്തിൽ പങ്കെടുത്തു, ഷഹീദായി കൊല്ലപ്പെട്ടു. ثم مكث الآخر بعده سنة. മറ്റേയാൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചതിൽ മറ്റേയാൾ ഒരു വർഷം അധികം ജീവിച്ചു, എന്നിട്ട് മരണപ്പെട്ടു. قال طلحة رضي الله عنه പറയുകയാണ്, فرأيت في المنام, ഞാൻ സ്വപ്നം കണ്ടു, بين أنا عند باب الجنة, ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. إذا أنا بهما فخرج خارج من الجنة. അപ്പോൾ ഈ രണ്ടുപേരെ ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. فأذن للذي توفي الآخر منهما. എന്നിട്ട് ഈ രണ്ട് കൂട്ടുകാരിൽ രണ്ടാമത് മരിച്ച ആളെ സ്വർഗത്തിലേക്ക് കയറാൻ അനുവാദം നൽകി. അദ്ദേഹം ഉള്ളിലേക്ക് കയറി. ثم خرج فأذن للذي استشهد ثم رجع إلي. എന്നിട്ട് രണ്ടാമത്തെ ആൾക്ക്, അതിനുശേഷം ആദ്യത്തെ ആൾക്ക് അഥവാ ഷഹീദായി മരിച്ച ആൾക്ക് രണ്ടാമത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം നൽകി. ഷഹീദായ ആൾ ആദ്യത്തെ ആളെക്കാൾ വൈകിട്ടാണ് സ്വർഗത്തിൽ കയറി. എന്നിട്ട് എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് നീ തിരിച്ചു പോയിക്കോ, നിനക്കുള്ള നേരമായിട്ടില്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു. രാവിലെ ആയപ്പോൾ ഈ സ്വപ്നം തൽഹ റളിയല്ലാഹു അൻഹു ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. ഫഅജിബു ലിദാലിക്, അവർക്കൊക്കെ അതിൽ അത്ഭുതം തോന്നി. ഫബലഗ ذلك رسول الله صلى الله عليه وسلم وحدثوه الحديث. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ഫഖാൽ, അപ്പോൾ നബി ചോദിക്കുകയാണ്, മിൻ അയ്യി ذلك تعجبون, നിങ്ങൾക്കിതിൽ എവിടെയാണ് അത്ഭുതം? فقالوا, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് هذا كان أشد الرجلين اجتهادا ثم استشهد ودخل هذا الآخر الجنة قبله. ഈ ആൾ നന്നായി നന്മകൾ ചെയ്യുന്ന, കൂടുതൽ അധ്വാനിക്കുന്ന ആളായിരുന്നു, ഷഹീദായി മരിക്കുകയും ചെയ്തു. പക്ഷെ അയാളെക്കാൾ മുൻപേ, അയാളെക്കാൾ അമലിൽ അത്ര മുന്നിലല്ലാതിരുന്ന, ഷഹീദല്ലാതെ പിന്നീട് മരിച്ച ആൾക്കാണ് ആദ്യം സ്വർഗത്തിൽ കയറാൻ അവസരം ലഭിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, അദ്ദേഹം ഒരു വർഷം ആളെക്കാൾ അധികം ജീവിച്ചില്ലേ? ഖാലു ബല, അവർ പറഞ്ഞു അതെ. ഖാല വഅദ്റക റമദാൻ, എന്നിട്ട് അയാൾക്ക് ഒരു റമദാൻ കിട്ടിയില്ലേ? ഫസാമ വസല്ല കദ വകദ മിൻ സജ്ദത്തിൻ ഫിസ്സന, അയാൾ ആ വർഷം ഇത്ര സുജൂദുകൾ ചെയ്തില്ലേ? ഖാലു ബല, അവർ പറഞ്ഞു അതെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന അസ്സമാഇ വൽ അർദ്, ആ രണ്ടു പേർക്കിടയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വ്യത്യാസമുണ്ട്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ആയുസ് ലഭിക്കുകയും അവൻ്റെ അമൽ നന്നാവുകയും ചെയ്യുക എന്നത് ഖൈറാണ്. അതുകൊണ്ടാണ് നീ ആർക്കെങ്കിലും വേണ്ടി, നിന്റെ മക്കൾക്കോ മറ്റോ വേണ്ടി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും അമലിന് ദുആ ചെയ്യുക. നല്ല ഹുസ്നുൽ അമലോടെ ആയുസ് വർദ്ധിക്കട്ടെ എന്ന് ആർക്കെങ്കിലും വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ്. അതല്ലാതെ കേവലം ഒരാൾക്ക് ആയുസ് നീട്ടി കിട്ടിയിട്ട്
അതിൽ ഖൈറില്ല, അയാളുടെ അമൽ നന്നാകാൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ആയുസ് ഈ അമലോടെ, ഈമാനോടെ, അമലോടെ നീട്ടിക്കിട്ടിയാൽ അതിലെ ഖൈർ അറിയിക്കുന്ന ഹദീസ്. അതുപോലെ റമദാനിൻ്റെ ശ്രേഷ്ഠത നോക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അയാൾക്ക് റമദാൻ കിട്ടിയില്ല എന്നാണ്. ഷഹീദിനോടാണ് ഈ താരതമ്യം ചെയ്തതെന്ന് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളോടാണ് ഈ താരതമ്യം ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്കുക. ഖൈറുകളുടെ, നന്മകളുടെ മാസമാണ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിൻ്റെ ആദ്യത്തെ രാത്രി ആയാൽ സുഫിദത്തി ശയാത്തീൻ വമറദത്തിൽ ജിൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടും. വമറദത്തുൽ ജിൻ, ജിന്നുകളിലെ മാരിദുകൾ എന്ന് പറയുന്ന വളരെ ധിക്കാരികളായ, കൂടുതൽ ഉപദ്രവകാരികളായ ഒരു വിഭാഗം, അവരും ബന്ധനസ്ഥരാക്കപ്പെടും, ചങ്ങലയിൽ ബന്ധിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം ആളുകൾക്ക് പലപ്പോഴും ഇഷ്കാലുണ്ടാകുന്ന ഒരു കാര്യമാണ്, എങ്കിലും തിന്മകൾ കാണാറുണ്ടല്ലോ എന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ശൈത്താന്മാരെ കൊന്നുകളയും ആ മാസത്തേക്കെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെയോ ബന്ധനസ്ഥരാക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ചങ്ങലയിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഷർറുകൾ അത് ചെയ്യും. അതേസമയം നേരത്തെ ചെയ്യാൻ സാധിക്കുന്നത് ആ മാസം ചെയ്യാൻ സാധിക്കുന്നില്ല. അത് സുബ്ഹാനല്ലാഹ് നമ്മളേവർക്കും കാണാവുന്ന കാര്യം തന്നെയാണ്. റമദാനിൽ നിങ്ങൾ നോക്കൂ, ആളുകളുടെ മറ്റു മാസങ്ങളുടെ നന്മകൾ പോലെയാണോ റമദാനിലെ നന്മകൾ? ഒരിക്കലുമല്ല. നന്മകൾ വളരെ വളരെ അധികമാണ്. ബാക്കിയുള്ള മാസങ്ങളിലെ തിന്മകൾ പോലെയാണോ റമദാനിലെ തിന്മകൾ? അല്ല. ബാക്കിയുള്ള മാസങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ കുറവാണ് റമദാനിലെ തിന്മകൾ. നമ്മൾ കാണുന്നതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളെ ബന്ധനസ്ഥരാക്കും. ഇത് മാത്രമല്ല, അതല്ലാതെ തന്നെ മനുഷ്യൻ്റെ നഫ്സിന്, അവൻ്റെ നഫ്സിൽ ഒരു തിന്മയുണ്ട്. അവൻ്റെ നഫ്സവനോട്, അവൻ്റെ മനസ്സവനോട് തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. തിന്മ ഒട്ടും ഉണ്ടാവുകയില്ല എന്നല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറിച്ച് പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുമെന്നാണ്. അത് അങ്ങനെ തന്നെയാണ്, അത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്. അത് ആലങ്കാരിക പ്രയോഗമോ മറ്റൊന്നുമല്ല. പിശാചുക്കളെ അള്ളാഹു ചങ്ങലയിൽ ബന്ധിക്കുന്നു പറഞ്ഞാൽ ചങ്ങലയിൽ ബന്ധിക്കുന്നത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ വിശ്വസിക്കുക. വഗുല്ലഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, അതിൽ ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ ഒരു വാതിൽ പോലും അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്നവനെ, അഖ്ബിൽ, മുന്നോട്ട് വരൂ, നീ പ്രവർത്തിക്കൂ. വയാ ബാഗിയ ഷർ, ഷർ ആഗ്രഹിക്കുന്നവനെ, തിന്മ ചെയ്യാൻ മുതിരുന്നവനെ, അഖ്സിർ, നീ അത് ചെയ്യരുത്, അവസാനിപ്പിക്കൂ, നിർത്തൂ എന്ന് വിളിച്ചു പറയുന്ന ഒരുവൻ വിളിച്ചു പറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല, എല്ലാ രാത്രിയിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിതരായി നിശ്ചയിക്കുന്ന ആളുകൾ ആ മാസത്തിലുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ആ മാസം വന്നു കിട്ടി പാപം പൊറുക്കപ്പെടാത്തവർക്ക് വേണ്ടി അവർക്കെതിരിൽ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത്, റഗിമ അൻഫു റജുലിൻ, ഒരാൾ തുലഞ്ഞു പോകട്ടെ, അയാൾക്ക് റമദാൻ കിട്ടി പക്ഷേ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. കാരണം ഈ നന്മയുടെ അവസരം കിട്ടിയിട്ടും ഒരാൾ മോശക്കാരനാവുക, റമദാനിൽ ഒരാൾ നന്നായിട്ടില്ല എങ്കിൽ എപ്പോഴാണ് അയാൾ നന്നാവുക? റമദാനിൽ ഒരാൾ നന്നായിട്ടില്ല എങ്കിൽ എപ്പോഴാണ് അയാൾ നന്നാവുക? എത്രയോ ആളുകൾ അൽഹംദുലില്ലാഹ്, എത്രയോ ആളുകൾ റമദാൻ കൊണ്ട് നന്നായിട്ടുണ്ട്. ആ മാസത്തിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. എത്രയോ ആളുകൾ, പല ആളുകൾക്കും പറയാറുള്ള എന്താണ്, റമദാനിൽ ഞാൻ ഒരു പ്രസംഗം കേട്ടു, റമദാനിൽ ഞാൻ ഖുർആൻ ഓതുന്നതിനിടയിൽ ഒരായത്ത് വായിച്ചു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, അതായിരുന്നു എൻ്റെ തൗബയുടെ കാരണം. മാസത്തിൻ്റെ ബറക്കത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ, നമ്മിൽ എന്തെങ്കിലും മോശമായതുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള അവസരമാണ് റമദാൻ എന്നത്. അതിൽ ആദ്യം വേണ്ടത് ഈ പറഞ്ഞതാണ്, യാ ബാഗിയൽ ഖൈർ, ഖൈർ ആഗ്രഹിക്കുന്നവൻ അഖ്ബിൽ, നീ മുന്നോട്ട് വരൂ, ഖൈർ ആഗ്രഹിക്കുക. ഖൈർ നീ നീയത്താക്കിയാൽ അള്ളാഹു അതിനൊരു നന്മയായി രേഖപ്പെടുത്തും. എങ്ങനത്തെ നന്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഇന്നല്ലാഹ കസബൽ ഹസനാതി വസ്സയ്യിആതി ثم ബയ്യന ذلك من هم بحسنة فلم يعملها كتب ذلك عنده حسنة كاملة.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അവൻ തിന്മയും നന്മയും രേഖപ്പെടുത്തി. എന്നിട്ട് അത് വിവരിച്ചു. എന്താണ്? ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഹമ്മ എന്ന് പറഞ്ഞാൽ എന്താ? നന്മ ചെയ്യാൻ അവൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി എന്നാണ്. തീരുമാനം, ഇറാദത്ത് എന്ന് പറയുന്നതിനേക്കാൾ താഴെയുള്ള ഒരു പ്രയോഗമാണ് ഹമ്മ എന്ന് പറയും. ഒരു തോന്നലുണ്ടായി നന്മ ചെയ്യാൻ. മൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹാ, ചെയ്തിട്ടില്ല, കതബ ദാലിക ഇൻദഹു, അല്ലാഹു അവന്റെ അരികിൽ അത് രേഖപ്പെടുത്തും. എങ്ങനെ? ഹസനതൻ കാമില, പൂർണ്ണമായ ഒരു നന്മയായി. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കതബ ദാലിക ഇൻദ, അല്ലാഹു അവന്റെ അരികിൽ രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. എന്താണ് ഇൻദഹു എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അരികിൽ, അഥവാ അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ അരികിൽ എന്ന് പറഞ്ഞത്. രണ്ട്, അതിനെ അള്ളാഹു വലുതാക്കിയിട്ടുണ്ട്. കാരണം അള്ളാഹുവിങ്കിൽ ഉള്ളത് അത് വളരെ മഹത്വമുള്ളതാണ്. അത് അള്ളാഹുവിങ്കിൽ വലിയ പരിഗണനയുള്ളതാണ്, അതോടൊപ്പം അത് മഹത്വമുള്ളതാണ്. പിന്നെയോ അള്ളാഹുവിങ്കിലാണ് അതുള്ളത്, അതുകൊണ്ട് അത് പാഴായി പോവുകയില്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ വക്കലുള്ളത് തീർന്നു പോകും, അള്ളാഹുവിൻ്റെ അരികിലുള്ളത് തീർന്നു പോവുകയില്ല. അവനത് സൂക്ഷിച്ചു വെക്കും. മാത്രമല്ല കാമില, പൂർണ്ണമായ നന്മയാണ്, പകുതിയോ കാൽഭാഗമോ ഒന്നുമല്ല. എന്താ? ഇതാർക്കാണ്? ചെയ്ത ആൾക്കല്ല, മറിച്ച് ചെയ്യാൻ തോന്നലുണ്ടായ ആൾക്കാണ്. അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര വലുതാണ്. എന്നാൽ അവനത് പ്രവർത്തിച്ചാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അത് രേഖപ്പെടുത്തും. എത്ര? 10 ഇരട്ടി. ഇലാ 700 ضعفിൻ ഇലാ അദ്ആഫിൻ കസീറ. 10 ഇരട്ടിയായി, 700 ഇരട്ടിയായി, അതിനു മുകളിൽ എത്രയോ ഇരട്ടിയായി. മറ്റു ചില ഹദീസുകളിൽ കാണാം 700 ഇരട്ടി വരെ അള്ളാഹു നന്മ രേഖപ്പെടുത്തും. ഇല്ല സൗം, നോമ്പൊഴിക്കുകയും. അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. സുബ്ഹാനല്ലാഹ്, നോമ്പിൻ്റെത് 700 ഇരട്ടിയിലും നിൽക്കുകയില്ല. നന്മകൾ 700 ഇരട്ടി അതിൽ നിൽക്കുകയില്ല, അതിനും മുകളിൽ ചിലത് അള്ളാഹു രേഖപ്പെടുത്തിയേക്കും. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണം പറഞ്ഞു. എങ്ങനെയാണ്? കമഥലി ഹബ്ബ, ഒരു ധാന്യമണി പോലെ. അംബതത് 7 സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ. ഒരു ധാന്യമണി പോലെ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി. ആ 7 കതിരിലും ഓരോന്നിലും 100 ധാന്യമണികൾ. ഒറ്റ ഒരു ഹബ്ബത്തിൽ നിന്നാണ് 700 ഉണ്ടായത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പിന്നെയും ഇരട്ടി ഇരട്ടിയായി നൽകും. ഇത് ചെയ്ത ആൾക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, വമൻ ഹമ്മ ബിസയ്യിഅ, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹാ, അവനത് ചെയ്തില്ല, കതബ ദാലിക ഇൻദഹു, കതബ അല്ലാഹു ദാലിക ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹു അവൻ്റെ അരികിൽ അത് പൂർണ്ണമായ ഒരു നന്മയായി രേഖപ്പെടുത്തും. എന്ത്? അവൻ തിന്മ ഉപേക്ഷിച്ചു. തിന്മ ഉപേക്ഷിച്ചത് ഒരു പൂർണ്ണമായ നന്മയായി രേഖപ്പെടുത്തും. ഇനി ഒരാൾ ആ തിന്മ ചെയ്താൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു അവൻ്റെ അരികിൽ അത് രേഖപ്പെടുത്തും സയ്യത്തൻ വാഹിദ, ഒരൊറ്റ തിന്മയായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ കാമിലത്തൻ എന്ന് പോലും പറഞ്ഞില്ല, പൂർണ്ണമായ ഒരു തിന്മ എന്ന വാക്ക് പോലും അതിൻ്റെ അള്ളാഹുവിൻ്റെ അരികിൽ എന്ന് പറഞ്ഞില്ല. കാരണം തിന്മക്ക് അള്ളാഹുവിങ്കിൽ ആ മഹത്വമില്ല, മറിച്ച് തിന്മ മ്ലേച്ഛകരമായ കാര്യമാണ്. ഒറ്റ ഒന്നായിട്ടാണ് തിന്മ രേഖപ്പെടുത്തപ്പെടുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, ഈ വാക്ക് സുബ്ഹാനല്ലാഹ് നമ്മൾ എത്ര ആലോചിക്കേണ്ട വാക്കാണ്. ഇബ്നു അബിൽ അസ്സ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഹാവിയുടെ ശറഹിൽ പറഞ്ഞത് കാണാം, ഫവൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാത്തിഹ്, ഫവൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാത്തിഹ്. അള്ളാഹു ഒറ്റയായി രേഖപ്പെടുത്തിയത് 10 രേഖപ്പെടുത്തിയതിനേക്കാൾ മുകളിൽ പോയവൻ, അവൻ്റെ കാര്യം നാശമാണ്. നീ ചിന്തിച്ചു നോക്കി, അള്ളാഹു നിന്റെ നന്മ രേഖപ്പെടുത്തി ഏറ്റവും ചുരുങ്ങിയത് 10 ആണ്. ഏറ്റവും ചുരുങ്ങിയത് 10 രേഖപ്പെടുത്തുന്നത്. തിന്മ ഒറ്റയായിട്ടാണ്. എന്നിട്ട് പരലോകത്തെത്തിയാൽ നിന്റെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ, അതിൻ്റെ കണക്കെടുക്കുമ്പോൾ ഒറ്റയായി അള്ളാഹു രേഖപ്പെടുത്തിയത് 10 രേഖപ്പെടുത്തിയതിനേക്കാൾ മുകളിൽ എന്ന് പറഞ്ഞാൽ നഊദു ബില്ലാഹ്, അങ്ങനെയുള്ളവൻ അങ്ങേറ്റം മോശക്കാരനാണ്, വളരെ മോശക്കാരനാണ് അവൻ. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക, അത് ചെയ്യാൻ ഉദ്ദേശിക്കുക. പ്രിയ സഹോദരങ്ങളെ, തിന്മ നീയത്താക്കരുത്. തിന്മ മനസ്സിൽ വിചാരിക്കും, നന്മ മനസ്സിൽ വിചാരിക്കൂ. എന്ത് ചെലവാണ് അതിനുള്ളത്? അതിനെന്ത് ചെലവാണുള്ളത്? നീ നന്മ ചെയ്യാൻ ആഗ്രഹിക്കൂ, അത് ഉദ്ദേശിക്കൂ. അള്ളാഹുവിങ്കിൽ പ്രതിഫലമുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അവൻ നിനക്ക് റഹ്മത്ത് ചൊരിയാനാണ്, നിന്നെ ശിക്ഷിക്കാനല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്താണ്? റഹ്മത്ത് ചൊരിയാനാണ്. അള്ളാഹു നന്മക്ക് അവൻ്റെ ഫദ്ല് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ടാണ് അവൻ അതിന് പ്രതിഫലമേകുക.
തിന്മയോട് അള്ളാഹു അതിനെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം? ഒന്നുകിൽ അഫ്വാണ്, മാപ്പാണ്, അല്ലെങ്കിൽ ആദിലാണ്, നീതിയാണ്. രണ്ടാലൊന്ന്. നന്മക്കാകട്ടെ ഫദ്ല് മാത്രം, അള്ളാഹുവിൻ്റെ ഔദാര്യം, അതിനൊറ്റ പ്രതിഫലമല്ല, എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് നന്മ മനസ്സിൽ നീയത്താക്കുക, തിന്മ മനസ്സിൽ നീയത്താക്കരുത്. ശരിയാണ്, നീ അത് ഉപേക്ഷിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ ആ ഉദ്ദേശം എങ്ങാനും കടുത്ത് അതൊരു തീരുമാനമായി മാറിയാൽ, തിന്മ ചെയ്യാനുള്ള ഉദ്ദേശം അതൊരു തീരുമാനമായി മാറിയാൽ വളരെ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം വാളുമെടുത്ത് ഏറ്റുമുട്ടിയാൽ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ? നബിയെ, കൊലപാതകയുടെ കാര്യം ശരി, കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരിയസൻ അലാ ഖത്ലി സാഹിബിഹി. തൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ അതീവ തൽപരനായിരുന്നവൻ, അതിനാണ് വാളെടുത്ത് വന്നത്. പക്ഷെ അള്ളാഹിൻ്റെ വിധിയാൽ അവൻ കൊന്നവനായില്ല, കൊല്ലപ്പെട്ടവനായി. അവന് നരകശിക്ഷയാണുള്ളത്. എന്തുകൊണ്ട്? അവൻ തിന്മ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അതിനൊരുങ്ങി വന്നു. അള്ളാഹിൻ്റെ വിധി ഒന്നുകൊണ്ട് മാത്രം അവൻ അതിന് സാധിച്ചില്ല എങ്കിൽ ചെയ്ത കുറ്റമാണ് ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ജനങ്ങൾ 4 കൂട്ടരാണ്, 4 കൂട്ടർ. ഈ 4 കൂട്ടരല്ലാതെ വേറൊരാളില്ല. ഒന്നാമത്തേതാരാണ്? അയാളുടെ കയ്യിൽ സമ്പത്തുണ്ട്, അയാൾക്ക് ഇൽമുണ്ട്, അറിവുമുണ്ട്, പൈസയുണ്ട്, അറിവുമുണ്ട്. അവൻ താൻ അറിഞ്ഞതനുസരിച്ച് ആ പണം കൊണ്ട് പ്രവർത്തിക്കുന്നു, സദഖ നൽകുന്നു, കുടുംബബന്ധം ചേർക്കുന്നു, അങ്ങനെ ഖൈറുകൾ ചെയ്യുന്നു. ഇതാണ് ഒരാൾ. രണ്ടാമൻ ആരാണ്? അവന് ഇൽമുണ്ട്, അറിവുണ്ട്, പക്ഷെ സമ്പത്തില്ല. അവൻ എന്ത് ചെയ്യുന്നു? ഈ ആളെ കണ്ട് അവൻ മനസ്സിൽ വിചാരിക്കാൻ, എനിക്കതുപോലെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അതുപോലെ നന്മകൾ എനിക്കും ചെയ്യാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമാ ഫിൽ അജ്രി സവാ. അവർ രണ്ടുപേരും പ്രതിഫലത്തിൽ ഒരുപോലെയാണ്. മൂന്നാമൻ ആരാണ്? അവൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ അറിവില്ല, ജാഹിലാണ്. അവൻ ആ പണം കൊണ്ട് വൃത്തികേടുകൾ ചെയ്യുന്നു, തിന്മകൾ പ്രവർത്തിക്കുന്നു. നാലാമൻ ആരാണ്? നാലാമൻ അവൻ്റെ കയ്യിൽ മാലുമില്ല, ഇൽമുമില്ല, വിവരവുമില്ല, അതുപോലെ പണവുമില്ല. അതുകൊണ്ട് ഇവൻ ഈ തിന്മ ചെയ്യുന്നവനെ നോക്കിയിട്ട് പറയുക, എനിക്കതുപോലെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കവനെ പോലെ വൃത്തികേടുകളൊക്കെ ചെയ്യാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമാ ഫിൽ വിസ്രി സവാ. അവർ രണ്ടുപേരും കുറ്റത്തിൽ ഒരുപോലെയാണ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഖൽബ് അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക, നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക, തിന്മ ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കരുത്. ഖൈറിലേക്ക് മുന്നോട്ട് വരിക. നീയത്തിന് അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ പ്രതിഫലം നൽകും. നീ നന്മ ആഗ്രഹിക്കുക, നീ അത് ചെയ്യുന്നില്ല എങ്കിൽ കൂടി തിന്മയെ നീ ഒരിക്കലും ഇഷ്ടപ്പെടരുത്. നീ അതിൽ എപ്പോഴെങ്കിലും വീണുപോകുന്നുണ്ട് എങ്കിൽ പോലും അതിൽ തുടരാൻ നീ ആഗ്രഹിക്കരുത്, അതിൽ പുറത്തു കിടക്കാൻ നീ ആഗ്രഹിക്കും. തൗബ ചെയ്യൂ. സഹാബത്തിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് കാണാം. നോക്കൂ, ചക്രവാളങ്ങളെക്കാൾ വിശാലമായ വീതിയുള്ള വാതിലാണ് തൗബയുടെ വാതിൽ. അത്രയും വിശാലമായ വാതിലാണ്. അതിലൂടെ നിനക്ക് കടന്നു പോകാൻ എപ്പോഴും സമയമുണ്ട്. എപ്പോഴും അന്ത്യനാൾ വരുന്ന സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുവോളം, അല്ലെങ്കിൽ റൂഹ് തൊണ്ടക്കുള്ളിൽ എത്തുവോളം തൗബയുടെ വാതിൽ, വിശാലമായ ആ വാതിൽ നിനക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിലൂടെ കടന്നു പോകാൻ ഒരിക്കലും അമാന്തിച്ച് നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. പെട്ടെന്നാകട്ടെ. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനുകൾ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി. പെട്ടെന്ന് ഖരീബ് തുമ്മ യതൂബൂന മിൻ ഖരീബ്, അടുത്ത് തന്നെ തൗബ ചെയ്യുന്നവർ, മരണത്തിന് മുമ്പായി തൗബ ചെയ്യുന്നവർ. അതാകട്ടെ എപ്പോഴാണ് നമുക്കറിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തൗബ ചെയ്യുക, ഈ നന്മയിലേക്ക് അടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ പ്രതിഫലമാണ് അതിന് നൽകുക. മാത്രമല്ല, നോമ്പിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അന്ന് നോമ്പിൽ നമുക്ക് ഉത്തരം ലഭിക്കുന്ന ദുആ ഉണ്ട് എന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സലാസ് ദഅവാത്ത് ലാ തുറദ്. 3 ദുആ മടക്കപ്പെടുകയില്ല. ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കളുടെ ദുആ. ദഅവത്തുസ് സായിം, നോമ്പുകാരൻ്റെ ദുആ. ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. നോമ്പുകാരൻ്റെ ദുആ അത് സ്വീകരിക്കപ്പെടുമെന്നാണ്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന വേളയിലായാൽ അതിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ്. കാരണം ആ സമയമാകുമ്പോഴേക്കും ഒരാൾ ആ ഇബാദത്ത് അവസാനിപ്പിക്കാറായ നോമ്പിൻ്റെ അവശതകൾ അയാൾക്ക് ബാധിച്ചു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇബാദത്തിൽ നീ തളർന്നു നിൽക്കുമ്പോൾ ദുആ ചെയ്യുക എന്നത് അള്ളാഹു സ്വീകരിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്.
അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅ. പ്രയാസപ്പെടുന്നവൻ്റെ ദുആഇന് ഉത്തരം നൽകുന്നവൻ ആരാണ്? പ്രയാസപ്പെടുന്നവൻ്റെ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. അതാകട്ടെ ഇബാദത്ത് ചെയ്തിട്ടുള്ള ആ സമയമാണ് എങ്കിൽ ആ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ അത്താഴത്തിൻ്റെ നേരം, അത് അള്ളാഹു ഭൂമിയുടെ അടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയം ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നോക്കൂ, ഈ മാസം അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന് എല്ലാ റമദാനിലും ഖുർആനിൻ്റെ ഹിഫ്ള് അത് ജിബ്രീലിന് ഓതിക്കൊടുത്ത് പുതുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് റമദാനിലെ സുന്നത്താണ് എന്ത്? ഖുർആൻ മുഴുവനായി റമദാനിൽ ഓതി തീർക്കുക എന്നത്. മനസ്സിലല്ലേ? റമദാനിൽ ഖുർആൻ മുഴുവനായി ഓതി, ഏതെങ്കിലും ഒരു ഭാഗം റമദാനിൽ ആവർത്തിച്ച് ഓതി അങ്ങനെ ചെയ്താൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റമദാനിൽ ഖുർആൻ ഒരു തല മുതൽ അടുത്ത തല വരെ ഓതുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ടതാകുന്നത് അതല്ല കൂടുതൽ ശരി. മറിച്ച് റമദാനിൽ ഒരു തവണ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ ശ്രദ്ധിക്കുക. അതിനു മുകളിൽ ഓതാൻ സാധിച്ചാൽ വളരെ വളരെ ഖൈറാണ്. നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ ഖുർആനുമായി അവരുടെ റമദാനിലെ ബന്ധം, റമദാനിൽ അവർ ഖുർആൻ ഓതി തീർത്തത്, അതുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ കേട്ടാൽ, ചരിത്രം നമ്മൾ വായിച്ച് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ചില ആളുകൾ ചിന്തിച്ചേക്കും ഇത് ചിലപ്പോൾ ഒരു ശരിയായ റിവായത്തായിരിക്കില്ല എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നിപ്പോകും. പക്ഷെ അതങ്ങനെയല്ല. കാരണം അവരുടെ ജീവിതം, അവരുടെ ഹയാത്ത് അല്ലാഹു ബറക്കത്ത് നൽകിയ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എത്ര പിൻപറ്റുന്നോ അത്രയും നിന്റെ ജീവിതത്തിൽ സമയത്തിന് ബറക്കത്തുണ്ടാവും. അവർ ചെറിയ സമയത്ത് ചെയ്തു തീർത്ത ഇബാദത്തുകൾ കണ്ടാൽ നമുക്കൊരു പക്ഷേ ഇത്ര നടക്കുമെന്ന് തോന്നിപ്പോകും. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ട് ഈ കഥകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരം ചരിത്രങ്ങൾ ശരിയല്ല. സുബ്ഹാനല്ലാഹ്. സലഫുകളിൽ 7 ദിവസം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്ന ആളുകളുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് തീർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ഓരോ ദിവസവും ഖുർആൻ മുഴുവനായി ഓതി തീർത്തവർ ഉണ്ടായിരുന്നു റമദാനിൽ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു വാക്കാണ്, അദ്ദേഹം റമദാനിൽ 60 ഖത്മ് തീർത്തിരുന്നു. അല്ലാഹു അക്ബർ! 60 ഖത്മ്. അഥവാ റമദാനിൽ ഓരോ ദിവസം എത്ര ഖത്മ് തീർക്കപ്പോൾ? 2. അല്ലാഹു അക്ബർ! ചിലപ്പോൾ ചില ആളുകൾ തോന്നി ഇതെങ്ങനെ സാധിക്കുമെന്ന്. ഒന്ന്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ബറക്കത്ത് അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബ് എഴുതി തീർത്തത് 2 നിസ്കാരങ്ങൾക്കിടയിലാണ് എന്നാണ്. 2 നിസ്കാരത്തിൻ്റെ നേരത്തിനിടയിൽ. ഇന്ന് ചിലപ്പോൾ നമുക്ക് ആ 2 നിസ്കാരത്തിൻ്റെ ഇടയിൽ അത് വായിച്ചു തീർക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. 2 നിസ്കാരത്തിൽ അത് എഴുതുക, ഖുർആനിലെ ആയത്തുകൾ, ഹദീസുകൾ, പ്രത്യേകിച്ച് അതിലെ പദങ്ങൾ പോലും തെറ്റാതെ ആണ് പരമാവധി അതിലുള്ളത്. അങ്ങനെ എഴുതി തീർക്കുക അവരുടെ വഖ്തിലെ ബറക്കത്ത് അത് അവരുടെ ജീവിതം പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം 50 വയസ്സിൽ താഴെ മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ അത് രേഖപ്പെടുത്തിയ ആ കിതാബുകളുടെ പേജുകൾ എടുത്താൽ അദ്ദേഹം ആകെ ജീവിച്ച ദിവസങ്ങളെക്കാൾ കൂടുതൽ അതുണ്ട് എന്നാണ്. ആകെ ജീവിച്ച ദിവസങ്ങളെക്കാൾ വളരെയധികം ഉണ്ട്. അദ്ദേഹം എഴുതിയ കിതാബുകളുടെ പേജുകൾ ഓരോന്നെടുത്ത് നോക്കിയാൽ, ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ ആരും പുസ്തകം എഴുതാൻ തുടങ്ങില്ലല്ലോ. അതിനൊരു പ്രായവും ഇൽമും ഒക്കെ എത്തിയിട്ടാണ് അത് ചെയ്യുക. പക്ഷേ എങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് നൽകിയ ജീവിതം? അതങ്ങനെയാണ്. സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയുള്ളവരായിരുന്നു. അതുകൊണ്ട് നോക്കൂ, അവർ ഇത്രയും മുന്നേറിയ ആളുകളാണ്. ഇങ്ങനെയുള്ള കഥകൾ കേട്ടാൽ ആളുകൾ നേരെ എതിര് ചിന്തിച്ചു പോകരുത്. ചില ആളുകൾ കേട്ടോ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്ന് നീ വിചാരിക്കരുത്. മറിച്ച് നീ ചെയ്യേണ്ടത്, നീ നന്മ ഉദ്ദേശിക്കുക, നിന്നെ കൊണ്ട് സാധിക്കുന്നത്ര നന്മകൾ ചെയ്യുക. ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പാരായണം ചെയ്യാതെ റമദാനിൽ അല്ലാത്തൊരു ദിവസം പോലും നിനക്കുണ്ടാകുന്നത് അത് നോക്കൂ തൗഫീഖിലെ കുറവാണ്. എന്നിട്ട് റമദാനിൽ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച ഈ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാതെ പോവുക എന്നത് വളരെ മോശമായ കാര്യമാണ്. മറിച്ച് അത് നീ നല്ല നിലക്ക് ഖുർആൻ മാസത്തിൽ ഒരു തവണയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ എങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ഖുർആനുമായുള്ള ബന്ധം
അത് കൂടുതലാക്കുക. അള്ളാഹു അതിനു വേണ്ടിയാണ് നോക്കൂ റമദാനിലെ ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. തറാവീഹ് എന്താണ്? ആ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട അമൽ അള്ളാഹുവിൻ്റെ കലാം കേൾക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കലാം അത് കേൾക്കുക. അതിനാണ് സുദീർഘമായ ഖുർആൻ പാരായണമുള്ള ആ നിസ്കാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണത്. അതുകൊണ്ട് ഖുർആൻ കേൾക്കുക, വായിക്കുക, സാധിക്കുന്നത് പോലെ ഹെഫ്ളാക്കുക, മനഃപ്പാഠമാക്കുക, അതിൻ്റെ അർത്ഥവും വിശദീകരണവും മനസ്സിലാക്കുക. അതിലെല്ലാം ഉപരി ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരിക. അതാണ് അള്ളാഹു അത് അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ. ഖുർആൻ അള്ളാഹു ഇറക്കിയത് തന്നെ അതിനുവേണ്ടിയാണ്. ബാക്കിയെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റെ താഴെയാണ് വരുന്നത്. പാരായണവും ഹെഫ്ളും എല്ലാം അതിന് താഴെയാണ്. ഇത് അവതരിപ്പിച്ചത് പാലിക്കാനാണ്, ഇത് അനുസരിച്ച് ജീവിക്കാനാണ്. അതിലേക്ക് സഹായകമാകുന്ന കാര്യമാണ് ഇതെല്ലാം. അള്ളാഹു അവതരിപ്പിച്ച ബറക്കത്തുള്ള കിതാബാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നാം അവതരിപ്പിച്ച ബറക്കത്തുള്ള ഗ്രന്ഥം. കാരണം അള്ളാഹുവിൻ്റെ കലാമാണത്, റബ്ബിൻ്റെ സംസാരമാണത്. അവർ അതിലെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ, ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ. അതുകൊണ്ട് ഖുർആൻ സഹോദരങ്ങളെ നന്നായി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. സമയം അതിലും ഇതിലും കളയാതിരിക്കുക. ചിലപ്പോൾ കാണാം റമദാൻ എത്തിയാൽ ആളുകൾ അനാവശ്യമായ കാര്യങ്ങൾക്ക്, ഹറാമുകളുടെ പിന്നാലെ പോവുക എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യമാണ്, ഒരുവൻ്റെ നാശത്തിൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ച് അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുള്ള മാസത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേകത നിശ്ചയിച്ചിരിക്കുന്നു, എന്നിട്ട് നീ ആ മാസം അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് തിന്മ ചെയ്യുക എന്നത് തിന്മയുടെ ഗൗരവം ഏറ്റുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? തിന്മ അതിൻ്റെ എണ്ണത്തിൽ ഇത്ര ഇരട്ടി വലുതാവുക മാത്രമല്ല, മറിച്ച് അതിൻ്റെ വണ്ണത്തിൽ, അതിൻ്റെ വലിപ്പത്തിൽ, ഗൗരവത്തിൽ അത് വലുതാവും. റമദാനിൽ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് വളരെ വളരെ മോശമായ കാര്യമാണ്. ശരി, അതിന് താഴെ ഇത്തരം നന്മകളിൽ നിന്ന് നമ്മെ തടയുന്ന ചില കാര്യങ്ങളും റമദാനിൽ ഉണ്ടായേക്കാം. ഇപ്പോൾ കാണാം ചില ആളുകൾ റമദാൻ ക്വിസ് പ്രോഗ്രാം എന്നിട്ട് ആളുകൾ ചിലപ്പോൾ പഠിക്കുന്നതാകട്ടെ, എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ തീരെ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചായിരിക്കും പഠിക്കുന്നത് തന്നെ. തീരെ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾ. പഴയ കാലത്ത് ചില തീരെ വിവരമില്ലാത്ത സ്ത്രീകളൊക്കെ ചോദിക്കാറുണ്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ. പണ്ട് കാലത്ത് സഹാബി വനിതകളിൽ ചില സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് ചോദിക്കുമായിരുന്നു അത്രേ. പ്രായമുള്ള ചില അവരുടെ ചെവിയിൽ എത്ര അലിക്കത്തുണ്ടായിരുന്നു മനസ്സിലല്ലേ? ചെവിയിൽ സ്ത്രീകൾ അണിയുന്ന ആഭരണം. പണ്ട് കാലത്ത് സ്ത്രീകൾ ചോദിച്ചിരുന്ന, പ്രായമുള്ളവർ ചോദിച്ചിരുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ അവരുടെ ദീനിൽ ഇൽമ് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു അത്ര. നമ്മൾ ചിന്തിച്ച് നോക്കി, ദീനിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഇതുപോലുള്ള ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ തീരെ പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങളായിരിക്കും ഇൽമ പ്രചരിപ്പിക്കുകയാണ് എന്ന പേരിൽ ആളുകൾ ചോദ്യങ്ങളായിട്ട് അടിച്ചുവിടുന്നതും ചോദിക്കും. റമദാനായേക്കാണ് ഇങ്ങനത്തെ കുറേ മെസ്സേജ്. ഇപ്പം നമുക്ക് മനസ്സിലാവാം ഇത് ക്വിസ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുകൾക്ക് ദിനേന ആവശ്യമുള്ളതോ അവരെ നിസ്കാരത്തെയോ നോമ്പിനെയോ ബാധിക്കുന്ന ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല. മറിച്ച് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ കാണാം. റമദാനാകുമ്പം വരും, അതുപോലെ റബീഉൽ അവ്വൽ ആകുമ്പോഴും വരും. റബീഉൽ അവ്വൽ ആകുമ്പോൾ മൗലിദിൻ്റെ ആളുകൾ കൊണ്ടുനടക്കുന്ന അതേ ഇങ്ങനൊരു രീതി അവർക്കുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുക, പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ ഖൈറുള്ള കാര്യങ്ങളിൽ നമ്മെ തടയുന്ന ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുക. നമ്മളെ ഫർദായ നിസ്കാരങ്ങൾ, അതിൻ്റെ കൂടെ സുന്നത്തുകൾ, തറാവീഹ്, സുബ്ഹാനല്ലാഹ്, എത്ര ശ്രേഷ്ഠമായ അമലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാനിൽ രാത്രി നിസ്കരിച്ചത്, റമദാനിൽ നിന്ന് നിസ്കരിച്ചത്, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ പ്രതിഫലേച്ഛയോടെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുകൊണ്ട് നോക്കൂ, മുസ്ലിമീങ്ങളുടെ സുന്നത്തായ ഈ കാര്യം, റമദാനിൻ്റെ അടയാളമായി മുസ്ലിമീങ്ങൾ കൊണ്ടെടുക്കുന്ന ഈ കാര്യം, തറാവീഹ് നിസ്കാരം, അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി നീ ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, ഇല്ല, അത് എന്താകട്ടെ, മുസ്ലിമീങ്ങളുടെ കൂടെയുള്ള ഈ നിസ്കാരത്തിൽ പങ്കെടുക്കുക. അതിൽ ഖൈറുണ്ട്, അതിൽ ബറക്കത്തുണ്ട്. അത് ഉപേക്ഷിച്ച് കളയരുത്. കാരണം ഇമാമിൻ്റെ പിന്നിൽ രാത്രി നിസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഇമാമിൻ്റെ പിന്നിൽ നിന്ന് തറാവീഹിൽ മുസ്ലിമീങ്ങളുടെ കൂടെ പങ്കെടുക്കുക, ഖുർആൻ പാരായണം നന്നായി ശ്രദ്ധിക്കുക, അത് പൂർണ്ണമാക്കുക, ഇടയ്ക്ക് വെച്ച് പോകാതിരിക്കുക, അതിൽ വളരെ ശ്രദ്ധ പുലർത്തുക. റമദാനിലെ എല്ലാ തറാവീഹിലും ഒരാൾ പങ്കെടുത്താൽ
റമദാനിലെ എല്ലാ തറാവീഹിലും ഒരാൾ പങ്കെടുത്താൽ, റമദാനിലെ മുഴുവൻ നോമ്പും ഒരാൾ എടുത്താൽ അവന് ലൈലത്തുൽ ഖദ്ർ കിട്ടിയിരിക്കുന്നു. ഇതിനില്ല നല്ല നിയ്യത്തോടെ റമദാനിലെ എല്ലാ തറാവീഹിലും ഒരാൾ പങ്കെടുത്തു, റമദാനിലെ എല്ലാ നോമ്പും അയാൾ എടുത്തു, ഇതിനില്ല അവൻ ലൈലത്തുൽ ഖദ്ർ കിട്ടിയിരിക്കുന്നു. കാരണം ലൈലത്തുൽ ഖദ്റിൽ രാത്രി നിസ്കരിച്ചാൽ ഇതേ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. റമദാനിൽ എല്ലാ രാത്രിയും നീ നിസ്കരിച്ചാൽ അതിലൊന്നാണ് ലൈലത്തുൽ ഖദ്ർ, സംശയമില്ല. അതിൽ നീ പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടക്കത്തിലെ ആവേശവും ആ താല്പര്യവും നടുവിലെത്തുമ്പോൾ പോകാതിരിക്കുക. ഇതിനെല്ലാം പ്രിയ സഹോദരങ്ങൾ നന്നായി ദുആ ചെയ്യുക. ഇപ്പോൾ തന്നെ ദുആ ചെയ്യേണ്ട കാര്യം, അല്ലാഹു റമദാനിൽ ആരോഗ്യത്തോടെ ഖലാസോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അമൽ ചെയ്യാൻ തൗഫീഖ് ഏകണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാനിലെ ശ്രേഷ്ഠമായ അമലുകളിൽ മറ്റൊന്നാണ് സാധിക്കുമെങ്കിൽ റമദാനിലെ ഉംറ നിർവഹിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിന് വരാൻ സാധിക്കാതിരുന്ന അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയോട്, ഉമ്മു സിനാൻ അൻസാരിയ റളിയല്ലാഹു അൻഹാ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ നമ്മുടെ കൂടെ ഹജ്ജിന് വരാതിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊട്ടകത്തിൻ്റെ പുറത്ത് ഉപ്പയും മോനും ഭർത്താവും മകനും ഹജ്ജിന് വന്നു. പിന്നെ ഒരൊട്ടകം ഞങ്ങൾക്ക് കൃഷിക്കുള്ളതാണ്, അതുകൊണ്ട് നബിയുടെ കൂടെ ഹജ്ജിന് വരാൻ പറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ജാഅ റമദാൻ ഫഅ്തമിരി, നീ എന്ത് ചെയ്യുക? റമദാനിൽ ഉംറ ചെയ്യുക. ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ, റമദാനിലെ ഉംറ ഹജ്ജിന് പകരമാണ്, ഹജ്ജിന് തുല്യമാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഫഇന്ന ഉംറതൻ ഫീ റമദാൻ തഖ്ദി ഹജ്ജതൻ മഈ, റമദാനിലെ ഉംറ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമദാനുമായി ബന്ധപ്പെട്ട അഹ്കാം, അതിൻ്റെ വിധിവിലക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ബിഇദ്നില്ലാഹ് നമുക്കത് വരുന്ന ആഴ്ചകളിൽ പഠിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല റമദാൻ നല്ല നിലക്ക് സ്വീകരിക്കാനും അതിൽ ഖലാസോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് വാജിബും മുസ്തഹബുമായ ധാരാളം ഖൈറുകൾ നിർവഹിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി والقيام وقراءة القرآن وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.